ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം 84 പേർ. വൻ നശീകരണ ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർക്കുന്നത്. ആയുസ്സിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്നാണ് UN സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം. അതിനിടെ 47 ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ ഹമാസ് പുറത്തിറക്കി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, സമാനതകളില്ലാത്ത വിവരിക്കാവുന്നതിനും അപ്പുറമുള്ള ദുരവസ്ഥയാണ് ഗാസയിലെ ജനത നേരിടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നോക്കുമ്പോഴും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ ഒരു സാഹചര്യം, അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഒപ്പം ഹമാസിന്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം എന്നുള്ള നിലയിലാണോ ഈ ബന്ദികളെ അവർ കൊലപ്പെടുത്തി എന്ന സൂചന നൽകുന്ന തരത്തിൽ ഈ പോസ്റ്ററുകൾ പുറത്തുവിട്ടിട്ടുള്ളത്? കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കരയുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രമായി 500-ലധികം പലസ്തീൻ ജനത മരിച്ചു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും 84 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. ഇന്ന് ലോക സമാധാന ദിനമാണ്. ഈ സമാധാന ദിനത്തിൽ പോലും ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അത് അന്യം നിന്ന് നിൽക്കുന്ന സാഹചര്യം. കൂടുതൽ പേർ പലായനം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അൽ റാഷിദ് റോഡ് അടക്കം പാത തുറന്നിട്ടിരിക്കുന്നു എന്ന് നേരത്തെ ഇസ്രായേൽ അറിയിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ അവിടെ നിരവധി പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വാർത്തകൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതുമൂലം പട്ടിണി മൂലം പലരും പ്രയാസപ്പെടുന്നു, മരണപ്പെടുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ കൂട്ടക്കുരുതിയിലേക്ക്, വലിയ വംശീയ ഹത്യയിലേക്ക് ഗാസ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഹമാസ് ചില പോസ്റ്റർ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ 47 പേരുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരെ രക്ഷപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഈ ബന്ദിക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. 1986-ൽ വായുസേനയിൽ, ഇസ്രായേലിന്റെ വായുസേനയിൽ നിന്ന് പിടികൂടിയിട്ടുള്ള അംഗത്തിന്റെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഈ 47 പേരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രക്ഷോഭം ഇസ്രായേലിലും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ ഈ ബന്ദികളെയൊക്കെ തിരികെ എത്തിക്കാൻ ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനിടെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 10 രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിലുള്ള സുപ്രധാന പ്രഖ്യാപനം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, UN വളരെ ശക്തമായി ഈ വിഷയത്തെ അപലപിക്കുകയാണ്. ഒരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ ഈ നയങ്ങൾക്ക് ഒപ്പം നിൽക്കരുത് എന്ന് നിരന്തരം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കരയുദ്ധം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയുടെ നേർക്ക് ഉണ്ട്. ഗാസയിലെ ജനങ്ങൾ അത് അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം, നിരവധി പേർ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള, ഒപ്പം തന്നെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ജനിച്ച മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്നതാണ് ഇതിൽ ഭേദം എന്ന വിചാരത്തോടു കൂടിയാണ് ഇപ്പോൾ ഗാസയിലെ സിറ്റിയിൽ ഇപ്പോഴും തുടരുന്ന 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 1 ലക്ഷത്തോളം പേർ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ പലായനം ചെയ്ത് തെക്കൻ ഗാസയിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിയും അതീവ ഗുരുതരമായി തുടരുകയാണ്. ആര്യ, MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.